ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ഓണസദ്യയിൽ അടുത്ത വിഭവം പയറ് മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. അച്ചിങ്ങ പയറ് മെഴുക്കുപുരട്ടി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കിഡിലും ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു മെഴുക്കുപുരട്ടി ഇതിൻ്റെ മണവും രുചിയും ഒക്കെ നമ്മുടെ ഓണസദ്യയ്ക്ക് എന്തായാലും മാറ്റി കൂട്ടും, ഉറപ്പാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പയറ് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ അച്ചിങ്ങ പയർ എടുത്തിട്ടുള്ളത് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ള അച്ചിങ്ങാപ്പയർ ഇത് കട്ട് ചെയ്യുക. ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത്, ഇത് വാങ്ങിയ സമയത്ത് ഇത്രയും നല്ലതാണെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയാണ്. പക്ഷേ എല്ലാം നല്ലതുപോലെ മൂത്തിട്ടില്ല. ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. വളരെ മൂപ്പ് കുറഞ്ഞത് ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു സവോള, ഒരു 6-7 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടാണല്ലോ ഞാനത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സവോള നരിഞ്ഞെടുക്കാം. അത് ഞാൻ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തോട്ട് ഈ ഓണസദ്യയിൽ ഞാൻ ഈ മെഴുക്കുപുരട്ടി അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ കാര്യമായിട്ടത് കണ്ടിട്ടില്ലെങ്കിലും. പക്ഷേ മലപ്പുറത്ത് മസ്റ്റാണ് കേട്ടോ, ഇത് മെഴുക്കുപുരട്ടി ഉണ്ടാകും. ഒന്നെങ്കിൽ ഈ പയർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ നമുക്ക് ഈ തേങ്ങ കൂടി നിരഞ്ഞെടുക്കണം. തേങ്ങ അത് ഈ ഒരു വലുപ്പത്തിലാണ്. തേങ്ങ എന്തായാലും തേങ്ങാക്കൊത്ത് അടിപൊളിയാണ്. അതാണ് നമുക്കിടെ ഈ എന്താണ് പറയുക, നമ്മുടെ മെഴുക്കുപുരട്ടിക്ക് ഇത്രയും ടേസ്റ്റൊക്കെ കിട്ടുന്ന ഈ തേങ്ങാക്കൊത്ത്. നല്ല സ്മെല്ലുമാണ് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ തേങ്ങാക്കൊത്തോട് ചേർത്തിട്ട് അല്പം കറിവേപ്പിലോട് ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി നമുക്കൊന്ന് ചതച്ച് ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് മാത്രം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാരണം ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വരുന്നുണ്ടാകത്തില്ല. നമ്മൾ ഇനി കടുക് വറുത്തിട്ട് അതിലേക്ക് ഇടുമ്പോൾ, അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുത്താലും നല്ലതാണ്. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ടൈം മാത്രം. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പാത്രം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്ന സൗണ്ട് നല്ലതുപോലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അറിയില്ല, കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ, വാഹനങ്ങളുടെയൊക്കെ സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും 1 മിനിറ്റ് കൂടെ വയ്ക്കൂ. ആകെ 2 മിനിറ്റ് മാത്രമേ ഇത് വയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് വെന്തിട്ട് കുഴഞ്ഞു പോകും. അങ്ങനെ പോകാൻ പാടില്ല. നമുക്ക് നല്ല എന്താ പറയുക, നല്ല വിട്ട് കിടക്കണം, ഒന്നും കുഴഞ്ഞു പോകാതെ നല്ല മൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിതിൽ ചേർക്കുന്ന തേങ്ങ മാക്സിമം ഞാൻ പച്ച തേങ്ങയാണ് കേട്ടോ ചേർക്കുക. അപ്പം നമുക്ക് കടിക്കാനായിട്ടും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ചിലർ ഉണക്കത്തേങ്ങ ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ പച്ചയാണ് അധികവും ചേർക്കാറുള്ളത്. ഇതിവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഞാൻ എന്താ കാസ്റ്റ് ചെയ്യേണ്ട ഈ കടായിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത്. കാരണം നല്ലതുപോലെ നമുക്ക് മൊരിച്ചെടുക്കാനായിട്ട് അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് കൂടെ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മുളക് മുറിക്കാനായിട്ട് മറന്നു പോയിട്ടോ. അതായത് ഇതിനെടുത്ത് മുറിക്കുകയാണ്. എണ്ണയിൽ കിടന്നുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കൈയൊക്കെ ചെറുതായിട്ടൊന്ന് നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് മുറിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കടായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാകും കേട്ടോ. കണ്ടോ, കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് തന്നെ ഒരുവിധം കറുപ്പ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണിതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് ആ തേങ്ങയും ഒക്കെ കൂടെ കിടന്ന് നമ്മൾ ലാസ്റ്റ് ഇത് ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ച തേങ്ങയും പയറും ഒക്കെ കൂടെ ഇട്ട് നമ്മളത് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിനകത്തൊരു സ്മെല്ല് വരും കേട്ടോ. നമ്മുടെ കിച്ചണ് ഫുള്ളും ഏതാണ്ട് ഓണത്തിൻ്റെ ആ ഒരു പ്രതീതി ആയിരിക്കും. നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ പയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ പയറിലൊക്കെ വളരെ കുറച്ച് ഉപ്പ് മതി എന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിലും അങ്ങനെയാണ്. പലപ്പോഴും എനിക്ക് പയറ് മെഴുക്കുരട്ടി വെക്കുമ്പോൾ ഉപ്പ് കൂടി പോകാറുണ്ട്. പയറിന് വളരെ കുറച്ച് ഉപ്പ് മതി എന്നാണ് പറയുന്നത് കേട്ടോ.
എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തുറന്ന് വെച്ചാൽ നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി വരും. ഇത് ഏകദേശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്നുകൂടി നമുക്കിതിൽ കിടന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിത് വെയിലത്ത് വെച്ചിട്ട്, വറ്റൽമുളക് വെയിലത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇത് ഫ്രൈ ആയി വരുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അല്പസമയം കൂടെ നമുക്കിത് ഈ ഉണക്കമുളകും കൂടെ ചതച്ചതും കൂടെ ഇതിനകത്ത് കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കാം. ഇത് അടുക്കി പിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കും എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചട്ടുകം തന്നെ ഇതിനെടുത്ത് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാനായിട്ട് പറ്റുമല്ലോ. ഞാൻ ഉദ്ദേശിച്ചതുപോലെ അടിയിൽ പിടിക്കുന്നില്ല. ഞാൻ ചില സമയത്ത് ഇതിലൊക്കെ നെയ്യ്, നമ്മൾ വീട്ടിൽ പാൽപ്പാടി നെയ്യ് എടുക്കത്തില്ലേ, അതൊക്കെ ഞാൻ ഇതിൽ ഉരുക്കിയെടുക്കും. അപ്പം നമുക്ക് കുറച്ച് ഉപയോഗിക്കുമല്ലോ നമ്മളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മയങ്ങി വരും, അതായത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഒരുപാട് പുതിയതല്ല, എങ്കിലും കുറച്ച് നാളെ ആയുള്ളൂ. വാങ്ങിയിട്ട് കുറച്ച്, ഞാൻ അങ്ങനെ ഈ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ നമുക്കത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് തേച്ച് കഴുകിയിട്ട് പിന്നെ ഉണക്കി തുടച്ച് ഓയിലും തേച്ച് വെക്കണം. പിന്നെ മറ്റുള്ള പാത്രങ്ങൾ പോലെ കഴുകിയെടുക്കാനും എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ, എന്നാലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അതായത് ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നു. അപ്പോഴും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇങ്ങനെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെക്കുക, ഏറ്റവും ലോയിൽ വെക്കുക. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, കാരണം ഇത് അടിയിൽ പിടിക്കും. ഈ ഉള്ളിയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരല്പസമയം, ഒരു 10-12 മിനിറ്റ് അത്രേ എടുക്കുകയുള്ളൂ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ കഞ്ഞിക്കും ചോറിനും സദ്യയ്ക്ക് മാത്രമല്ല കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 4 മണി സമയത്തൊക്കെ. ഇനി ഇതിങ്ങനെ തിന്നാനും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കുറച്ചിരുന്ന് കഴിക്കാറുണ്ട്. ഈ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ പറയണ്ട കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ദാടിയിലൊക്കെ പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോഴത്തന്നെ ഇളക്കിയെടുക്കുക. അല്ല നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടോ. പിന്നെ നമ്മളിതൊക്കെ കോരി എടുത്തിട്ടുണ്ടല്ലോ, ഈ പാനിൽ കുറച്ച് ചോറിട്ട് കഴിക്കണം കേട്ടോ. സത്യത്തിൽ ഇന്ന് ഞാൻ അങ്ങനെ ഞാൻ കഴിച്ചിട്ടിപ്പോൾ വൈകിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമുക്ക് അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതേ നമ്മുടെ പയർ മെഴുക്കുവരട്ടെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പസമയം കൂടെ ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ ഈ പച്ച തേങ്ങ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് കടിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ്. എനിക്ക് ഉണക്ക തേങ്ങയാകുമ്പോൾ അത്രത്തോളം ഒരു സോഫ്റ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ. കടിക്കാനൊക്കെ നല്ല ഇത് തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നും പോകരുത്. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതിനി മോശമായിട്ടുള്ളതാണെങ്കിലും സന്തോഷം, എന്താണ് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് തീർച്ചയായിട്ടും അത് നിങ്ങൾ പറയാമെങ്കിൽ ഞാനത് മാറ്റാം. അപ്പോൾ അതേ നന്നായിട്ട് ഞാനിന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പം നല്ലതുപോലെ തോർന്ന് വരും. നല്ല എണ്ണയൊക്കെ നല്ലപോലെ ഓയിലുള്ളത് കൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് പിടിക്കില്ല, എങ്കിലും ഈ പാത്രമായതുകൊണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. താങ്ക് യു.